ഈവൻ ഇല്ലാണ്ട് നമുക്കൊരു ഓണമില്ല. അതാണ് ശരിക്കും പറഞ്ഞ സത്യം. പൈനാപ്പിൾ പച്ചടി ഏതൊരു സദ്യക്കും ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പൈനാപ്പിൾ പച്ചടി. അപ്പോൾ ഞാൻ എന്തായാലും ഇന്നൊരു പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് പൈനാപ്പിൾ ഉണ്ടായിരുന്നുള്ളൂ, ഒരു പൈനാപ്പിളിൻ്റെ ഹാഫ്. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് ഒരു പാനിലിട്ടു. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടെ ഇട്ടു. പിന്നെ അല്പം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം. പിന്നെ ചെറിയ കുഞ്ഞു കുഞ്ഞു പീസാണ് കേട്ടോ ശരിക്കും ആക്കേണ്ടത്. പക്ഷെ ഞാൻ അതുപോലെ ഒന്നും ആക്കിയിട്ടില്ല. വേഗം ഒരു തട്ടിക്കൂട്ട് പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു നോർമൽ പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ചെറിയ പീസാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇത് വേവിക്കാൻ വെച്ചിട്ടുണ്ടേ. അപ്പോൾ നമ്മുടെ പൈനാപ്പിളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ അരപ്പിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും ചെറിയുള്ളിയും ജീരകവും പച്ചമുളകും അല്പം ഉപ്പും കൂടെ ഇട്ടിട്ട് അതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പൈനാപ്പിൾ ഒക്കെ വെന്ത് കഴിഞ്ഞു. നമ്മൾ ഈ അരച്ച അരപ്പ് ഇതിലേക്ക് ആഡ് ചെയ്തു. പെട്ടെന്ന് കഴിയും കേട്ടോ. 10 മിനിറ്റ് മതി പൈനാപ്പിൾ പച്ചടി നമുക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം നമ്മൾ ഇതിലേക്ക് അങ്ങ് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടെടുത്തു. അപ്പോൾ ഓണത്തിനും അല്ലാത്ത സദ്യ കഴിക്കുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള എൻ്റെ ഫേവറേറ്റാണ് പൈനാപ്പിൾ പച്ചടി. നമ്മളിപ്പോൾ കടയിലൊക്കെ പോയിട്ട് പൈനാപ്പിൾ പച്ചടി രണ്ടാമത് വാങ്ങിക്കും ഞാൻ. ഇപ്പോൾ ഒരു കല്യാണ വീട്ടിൽ പോയാലും എവിടെയാണെങ്കിലും ശരി. അപ്പോൾ പിന്നെ അതിൽ കുറച്ച് ഞാൻ ശർക്കര ഉരുക്കി ഒഴിച്ചിട്ടുണ്ട്. ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിച്ചാൽ മതി, ഇല്ലെങ്കിൽ ഒരു നുള്ളു പഞ്ചസാര ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ അത് ഒഴിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പക്ഷേ പൈനാപ്പിളിൻ്റെ കൂടെ ആ ഒരു പുളിയും മധുരവും ഒക്കെ കൂടെ ബാലൻസ് ചെയ്യുമ്പോഴാണ് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാനതൊക്കെ ഒഴിച്ച് മിക്സാക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ ബൗള് കട്ട തൈര് ഒഴിച്ചിട്ടുണ്ട്. പുളി കുറവുള്ള തൈര് വേണം ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇത് ഞാൻ കുറേ ദിവസം മുന്നേ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഓണത്തിൻ്റെ അന്നാണ് എനിക്കിത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സമയം കിട്ടിയത്. ഇനി നമുക്ക് ഇത് കുറച്ചൊന്ന് വറവിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കടുകും പച്ചമുളകും കറിവേപ്പിലയും കൂടെ വെളിച്ചെണ്ണയിൽ വറവിടുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ എത്ര ഈസി ആയിട്ടാണ് പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ തന്നെയാണ്, ഈസി ആയിരിക്കും. വെറും 10 മിനിറ്റ്സ് മതി പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാൻ. നമ്മളൊരു നോർമലായിട്ട് സാധാരണ ഊണ് കഴിക്കുമ്പോൾ നമുക്കൊരു പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കണം തോന്നുകയാണെങ്കിൽ പൈനാപ്പിൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. വളരെ സിമ്പിളാണ്. അപ്പോൾ ഓണത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഇവനെ നമ്മൾ എന്തായാലും ഇഷ്ടപ്പെടും. പൈനാപ്പിൾ പച്ചടി എൻ്റെ ഫേവറേറ്റാണ്. അപ്പോൾ എല്ലാവരും ഓണത്തിന് ഇതൊക്കെ കഴിച്ച് ഉഷാറായിട്ട് ഇരിക്കുകയായിരിക്കും അല്ലേ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണേ. ബെല്ലൈക്കണും കൂടെ ഓൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പുതിയതായിട്ടിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ടേക്ക് കെയർ. ബൈ ബൈ.